എല്ലാവർക്കും എക്സാം ഫൈനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 CBSE എക്സാം സീരീസിൻ്റെ 5th വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരെ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. സോ ആദ്യം നമ്മൾ ഡ്രോയിങ്സ് എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡ്രോയിങ്സ് മീൻസ് ദി എമൗണ്ട് വിത്ഡ്രോൺ ഇൻ ക്യാഷ് ഓൺ കൈൻഡ് ബൈ പാർട്ട്നേഴ്സ് ഫോർ ദിയർ പേഴ്സണൽ യൂസ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ യൂസിനായിട്ട് വിഡ്രോ ചെയ്യുന്നത്, ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന, ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന, അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടോ, നമുക്ക് അസറ്റ്സ് ആയിട്ടോ മറ്റേത് ഫോമിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അങ്ങനെ പാർട്ട്നേഴ്സ് പേഴ്സണൽ യൂസിന്, ആ ഒരു വേർഡാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡ്രോയിങ്സ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഡ്രോയിങ്സ് എഗനിസ്റ്റ് ക്യാപിറ്റലും ഡ്രോയിങ്സ് എഗനിസ്റ്റ് പ്രോഫിറ്റും. ഡ്രോയിങ്സ് എഗനിസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്നായിരിക്കും വിഡ്രോ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് എഗനിസ്റ്റ് ക്യാപിറ്റൽ. സോ എന്ത് ചെയ്യും? ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം നമുക്ക് ക്യാപിറ്റലായിട്ടുണ്ട്, നമ്മൾ അതിൽ നിന്ന് 2 ലക്ഷം വിഡ്രോ ഉണ്ട് എങ്കിൽ ബാക്കി നമ്മുടെ റിമൈനിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8 ലക്ഷമായിരിക്കും. സോ ഡ്രോയിങ്സ് എഗനിസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നോട്ട് കൺസിഡർ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ക്യാപിറ്റലിൽ നിന്നുള്ള വിഡ്രോവൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാറില്ല. അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് മെയിനായിട്ടും കൺസിഡർ ചെയ്യുക. എന്നാൽ ഡ്രോയിങ്സ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിൽ നിന്ന് ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിൽ നിന്നായിരിക്കും നമുക്ക് വിഡ്രോവൽസ് ഉണ്ടാവുക. സോ ക്യാപിറ്റൽ റെഡ്യൂസസ് വെൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർ. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ക്യാപിറ്റലിൽ നിന്ന് റെഡ്യൂസ് ആവുന്നത്. കാരണം എന്താണ്? നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിൽ നിന്നാണെങ്കിലും പ്രോഫിറ്റിൽ നിന്നാണെങ്കിലും ഫൈനൽ എഫക്റ്റ് വരുമ്പോൾ എന്താണ്? നമുക്ക് ക്യാപിറ്റലിൽ നിന്ന് അതിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡ്രോയിങ്സ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആയിരിക്കും. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ സമയത്ത് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഡ്രോയിങ്സ് എഗനിസ്റ്റ് ക്യാപിറ്റലും ഡ്രോയിങ്സ് എഗനിസ്റ്റ് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അവിടെ നമ്മൾ ഓരോ സിറ്റുവേഷനിലും എന്ത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റലിൽ നിന്നുള്ള വിഡ്രോവലും പ്രോഫിറ്റിൽ നിന്നുള്ള വിഡ്രോവലും കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കീ റൂൾസ്. ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് എഗനിസ്റ്റ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡഡ് ഫോർ ഇറ്റ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് വിഡ്രോവൽ തൊട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് എന്നാണോ അന്ന് വരെ ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഏതാണോ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ജേർണൽ എൻട്രി ഫസ്റ്റ് ഇതിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ള ഫസ്റ്റ് എൻട്രിയും, അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഈ രണ്ട് ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലേക്ക് വരുന്നത്. സോ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കുമാണ്. ദെൻ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Paresh and Anita are partners sharing profit and losses equally. Paresh withdrew a fixed amount at the beginning of each quarter. Interest on drawings at 6% per annum. At the end of the year, interest on Paresh drawings amounted to 900. Past necessary journal entries for charging interest on drawings if ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഫിക്സഡിലും അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിങ്ങിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വരുന്നത്, ജേർണൽ എൻട്രി വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? പരേഷ് വിഡ്രോ ചെയ്യുന്ന ഫിക്സഡ് എമൗണ്ട് ഓരോ ക്വാർട്ടറിൻ്റെ ബിഗിനിങ്ങിലാണെന്നും ഇൻട്രസ്റ്റ് 6% ആണെന്നും ഡ്രോയിങ്സ് എമൗണ്ട് 900 ആണ് എന്നുള്ളതും നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും രണ്ട് മെത്തേഡിലും നമുക്ക് ചെയ്യണം. ആദ്യം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യാം. നമ്മൾ ഓൾറെഡി എൻട്രി പറഞ്ഞു. ചാർജ് ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ജേർണൽ എൻട്രി വരുന്നത്. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? നമുക്ക് എമൗണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട. 900 ആണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 900 മാത്രം എഴുതിയാൽ മതി. ഇനി അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം കറണ്ട് അക്കൗണ്ട് വരും. സോ പരേഷ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 900 rupees. എമൗണ്ട് സെയിം ആണ്. എൻട്രിയിൽ എന്തേ വ്യത്യാസമുള്ളൂ? ആദ്യത്തെ കേസിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ കറണ്ട് അക്കൗണ്ട് ആണ്. അത് മാത്രമാണ് നമുക്ക് അവിടെ ഡിഫറൻസ് വരുന്നത്.
ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 മെത്തേഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ മെത്തേഡ്സ് പറയുന്നതിന് മുൻപ് തന്നെ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 2 രീതിയിലുണ്ടാവും. ഒന്ന് ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ വിഡ്രോ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള, അതായത് ഫിക്സഡ് ടൈം ഉണ്ടാവില്ല, ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവില്ല, ആവശ്യമുള്ള സമയത്ത് ഇറഗുലർ ആയിട്ടുള്ള വിഡ്രോവലും. സോ ഈ ഫിക്സഡ് വിഡ്രോവലും അതുപോലെ തന്നെ ഇറഗുലർ, അല്ലെങ്കിൽ നമുക്ക് റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ വിഡ്രോവൽ എന്ന് പറയാം. സോ ഇറഗുലർ വിഡ്രോവലും റെഗുലർ വിഡ്രോവൽ വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് മെത്തേഡും ആവറേജ് പീരിയഡ് മെത്തേഡും. ഈ പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഇറഗുലർ ആയിട്ടുള്ള ടൈം പീരീഡിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇറഗുലർ വിഡ്രോവൽ ഉള്ള സമയത്താണ് പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് സിമ്പിൾ മെത്തേഡ് എന്ന് പറയും, രണ്ടാമത്തെ മെത്തേഡിനെ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് വരുന്നത് ആവറേജ് പീരിയഡ് മെത്തേഡാണ്. സെയിം എമൗണ്ട് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ, അത് റെഗുലർ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ 6 മന്ത്സിലാവാം, അത് പീരീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഒരു ഫിക്സഡ് ടൈം പീരീഡിനുള്ളിലായിരിക്കും. ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആവറേജ് പീരിയഡ് മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമൺ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരിയഡ് ബൈ 12. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടൈം പീരീഡ് മാറുന്നതനുസരിച്ച് ഈ ആവറേജ് പീരീഡിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. ആവറേജ് പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മന്ത്സ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പീരീഡ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നെ കുറച്ച് ആവറേജ് പീരീഡുകൾ തരുന്നുണ്ട്, അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ 2 മെത്തേഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇറഗുലർ വിഡ്രോവൽ ആണെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡും, റെഗുലർ വിഡ്രോവൽ ആണെന്നുണ്ടെങ്കിൽ ആവറേജ് പീരിയഡ് മെത്തേഡുമാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ആവറേജ് പീരിയഡ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു ഓരോ ടൈം പീരീഡിലും നമുക്കൊരു ആവറേജ് പീരീഡ് ഉണ്ടോ എന്ന് പറഞ്ഞു. അത് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഒരു ടേബിളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 3 കേസുകൾ നമുക്ക് വരുന്നത് എല്ലാ മന്തിലും വിഡ്രോവൽസ് വരികയാണ്. അതായത് ഇപ്പോൾ 1 ഏപ്രിൽ ടു 31 മാർച്ചാണ് നമുക്ക് ഒരു ഇയർ വരുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് നമ്മൾ എല്ലാ മന്തിലും വിഡ്രോവൽ വരും. എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ, അതായത് മന്തിൻ്റെ ബിഗിനിങ് പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് ആയിട്ട് 6.5 ആയിരിക്കും യൂസ് ചെയ്യുക. എല്ലാ മന്തിൻ്റെയും മിഡിലിലാണെങ്കിൽ 6 മന്ത്സ് എന്നുള്ള ഒരു ആവറേജ് പീരീഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. എല്ലാ മന്തിൻ്റെയും എൻഡിലാണെങ്കിൽ 5.5. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരിയഡ് ബൈ 12 എന്നൊരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ സപ്പോസ് നമുക്ക് എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിലാണ് നമുക്ക് വിഡ്രോവൽ വരുന്നതുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു നമുക്ക് എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിലാണെങ്കിൽ ആവറേജ് പീരീഡ് എത്രയാണ് തന്നിരിക്കുന്നത്, 6.5 അല്ലേ. സോ 6.5/12 ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓരോ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഇങ്ങനെ ഓരോ ടൈമിലെയും ആവറേജ് പീരീഡ് നമ്മൾ മാറ്റി കൊടുക്കും. ഇവിടെ 6.5 ആയിരുന്നു, മന്തിൻ്റെ മിഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്, 6 ആണ് വരുന്നത്. മന്തിൻ്റെ എൻഡ് ആണെങ്കിൽ 5.5 വരും. ഈ ആവറേജ് പീരീഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഇക്വേഷൻ സെയിം ആണ്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 സെയിം ആണ്. ആവറേജ് പീരീഡ് ഡിവൈഡഡ് ബൈ 12 എന്ന് എടുക്കുക. അത് ഫസ്റ്റ് ബിഗിനിങ്ങിലാണെങ്കിൽ 6.5, മിഡിലാണെങ്കിൽ 6, എൻഡിലാണെന്നുണ്ടെങ്കിൽ 5.5. അത് കഴിഞ്ഞാൽ അടുത്ത 3 കേസ് വരുന്നത് ക്വാർട്ടർ ആണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇയറിൽ 4 ക്വാർട്ടേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അതായത് ഓരോ ക്വാർട്ടർ എന്ന് പറയുന്നത് എന്താണ്, 3 മന്ത്സ് വെച്ചിട്ടുള്ള ടൈം പീരീഡ് ആണ് നമ്മൾ ഓരോ ക്വാർട്ടേഴ്സ് ആയിട്ട് പറയുക. അപ്പോൾ എല്ലാ ക്വാർട്ടറിൻ്റെയും ബിഗിനിങ്ങിലാണ് വിഡ്രോവൽ വരുന്നതെങ്കിൽ 7.5, എല്ലാ ക്വാർട്ടറിൻ്റെയും മിഡിലാണെങ്കിൽ 6, എല്ലാ ക്വാർട്ടറിൻ്റെയും എൻഡിലാണെങ്കിൽ 4.5. ഇതായിരിക്കും നമ്മുടെ ആവറേജ് പീരീഡ് വരിക. ബിഗിനിങ്ങിലാണെങ്കിൽ നമുക്ക് എന്താണ് 7.5, മിഡിലാണെങ്കിൽ 6, എൻഡിലാണെങ്കിൽ 4.5. ഇതാണ് അടുത്ത 3 കേസിൽ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് 6 മന്തും ഫസ്റ്റ് 6 മന്തും എന്നുള്ളതാണ്. അതായത് ലാസ്റ്റ് 6 മന്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏപ്രിൽ ടു മാർച്ച് ആണ് നമുക്കൊരു ഇയർ വരുന്നതെങ്കിൽ അവസാനം വരുന്ന, അതായത് മാർച്ചിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ അവസാനം വരുന്ന 6 മന്ത്സ്, അത് 6 മന്ത്സ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ വരും, ഒക്ടോബർ ടു മാർച്ച് ആണ് നമുക്ക് വരുന്നതെങ്കിൽ. അതായത് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിലോ മിഡിലിലോ എൻഡിലോ വിഡ്രോവൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആവറേജ് പീരീഡ്, ബിഗിനിങ്ങിലാണെങ്കിൽ 3.5, മിഡിലാണെങ്കിൽ 3, എൻഡിലാണെങ്കിൽ 2.5. ഇതാണ് ആവറേജ് പീരീഡ് ആയിട്ട് വരുന്നത്. അതായത് ഒക്ടോബർ ടു മാർച്ച് വരെയുള്ള
ലാസ്റ്റ് 6 മന്തുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വിഡ്രോവൽ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിലാണെങ്കിൽ 3.5, മിഡിലാണെങ്കിൽ 3, എൻഡിലാണെങ്കിൽ 2.5. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് 6 മന്ത്സ് വരാം. അതായത് ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയുള്ള ആദ്യത്തെ 6 മാസങ്ങളിലാണ് വിഡ്രോവൽ വരുന്നതെങ്കിൽ ആവറേജ് പീരീഡായിട്ട് നമുക്ക് വരുന്നത് ഈ ടൈം പീരീഡാണ്. 9.5, 9, 8.5 ഇതായിരിക്കും ആവറേജ് പീരീഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. സോ മൊത്തത്തിൽ നമ്മൾ 4 കേസുകളിലായിട്ട് 3 സിറ്റുവേഷൻസ് പറഞ്ഞു. എല്ലാം മിഡിലിൽ, ബിഗിനിങ്ങിൽ, അതായത് ബിഗിനിങ്ങിൽ, മിഡിലിൽ, എൻഡിൽ ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാ മന്തും പറഞ്ഞു, എല്ലാ ക്വാർട്ടറിലും പറഞ്ഞു, ലാസ്റ്റത്തെ 6 മന്ത്സിലും ഫസ്റ്റ് 6 മന്ത്സിലും. ഇനി അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തരാതെ വേണമെങ്കിലും തരാം. അതായത് നമ്മളോട് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തു, ഇപ്പോൾ 50,000 വിഡ്രോ ചെയ്തു, ബട്ട് എന്ന് വിഡ്രോ ചെയ്തു എന്നുള്ള ഡേറ്റ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവില്ല. സോ ഇൻ എ ക്വസ്റ്റ്യൻ വെൻ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഈസ് നോട്ട് ഗിവൺ, നമ്മൾ എപ്പോഴും ആവറേജ് പീരീഡ് 6 മന്ത്സ് എന്നുള്ളതായിരിക്കും എടുക്കുന്നത്. സോ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12 എന്നുള്ളതായിരിക്കും നമ്മുടെ ആവറേജ് പീരീഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, കാരണം എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ള ബാക്കിയൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ആവറേജ് പീരീഡ് എടുക്കും. പക്ഷേ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ല എങ്കിൽ 6നെയാണ് നമ്മൾ എപ്പോഴും ഒരു ആവറേജ് പീരീഡ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 6/12 കൊണ്ട് ചെയ്തൊരു ആവറേജ് ടൈമായിട്ട് വേണം നമ്മൾ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ല എങ്കിൽ എടുക്കാൻ. ഇനി ഇത് കൂടാതെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അതായത് നമുക്ക് യൂഷ്വലി റേറ്റ്സ് തരുമ്പോൾ ഇപ്പോൾ 10% പെർ ആനം ഇങ്ങനെയാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഒരു റേറ്റ് തരികയാണെങ്കിൽ തരിക അല്ലേ, 8% പെർ ആനം, 10% പെർ ആനം. അങ്ങനെ പെർ ആനം എന്നുള്ള വേർഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ, അതായത് പെർസെൻറ്റേജിൻ്റെ കൂടെ പെർ ആനം എന്നുള്ള വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആവറേജ് പീരീഡ് ഇല്ല എന്ന് വിചാരിച്ച് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 എന്ന് മാത്രമേ കാണുകയുള്ളൂ. ആവറേജ് പീരീഡിൻ്റെ ഇക്വേഷൻ അവിടെ ഉണ്ടാവില്ല പെർ ആനം എന്ന വേർഡ് തന്നിട്ടില്ല എങ്കിൽ. ഇങ്ങനെ 9 കേസുകളാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആവറേജ് പീരിയഡ് മെത്തേഡിൽ ആവറേജ് പീരിയഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഈ ആവറേജ് പീരിയഡ്സ് കാണാതെ പഠിച്ചു വെക്കുക, എന്നിട്ട് ഓരോ സിറ്റുവേഷൻ തരുമ്പോൾ അവിടെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആവറേജ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, മന്ത്സ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഡിവൈഡഡ് ബൈ 2. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. എപ്പോഴും നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് നല്ലത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് പിന്നെ സമയം പോവും. അതിനേക്കാട്ടിലും എപ്പോഴും ബെറ്റർ ഈ ഒരു ആവറേജ് പീരീഡ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബുക്കിലേക്ക് ഒരു ടേബിൾ പോലെ, ഇതുപോലെ തന്നെ ഒരു ടേബിൾ പോലെ ബുക്കിലേക്ക് നോട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ആവറേജ് പീരീഡ് വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സിറ്റുവേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ പാർട്ട്ണർഷിപ്പ് പാർട്ട്നേഴ്സ് ആർ ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 15% പെർ ആനം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15% ആണ്. അവിടെ വിഡ്രോവൽസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇറഗുലർ വിഡ്രോവൽ ആണ്. അതുപോലെ തന്നെ എമൗണ്ടും ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ചിട്ടാണ്. സോ പ്രൊഡക്റ്റ് മെത്തേഡ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം, സിമ്പിൾ പ്രൊഡക്റ്റ് മെത്തേഡും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മെത്തേഡും. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. റേറ്റ് 15% തന്നിട്ടുണ്ട്, വിഡ്രോ ചെയ്ത ഡേറ്റും അതിൻ്റെ എമൗണ്ട്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യണം? സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചു, രണ്ടും ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, സിമ്പിൾ മെത്തേഡും പ്രൊഡക്റ്റ് മെത്തേഡും 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഡേറ്റാസ് കോളംസ് വരച്ച് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഡേറ്റും എമൗണ്ടും എഴുതുക. തേർഡ് കോളം വരുന്നത് നമ്പർ ഓഫ് മന്ത്സ് അപ് ടു 31st മാർച്ച് ആണ്. അതായത് അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ അന്ന് വരെ ഫ്രം വിഡ്രോവൽ ടു എൻഡിങ് ഡേറ്റ് വരെ എത്ര മന്ത്സ് ഉണ്ടോ അതാണ് നമ്പർ ഓഫ് മന്ത്സ്. അതായത് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മെയ്യിലാണ് വിഡ്രോവൽ വരുന്നത്. സോ ഫസ്റ്റ് മെയ് തൊട്ട് 31st മാർച്ച് വരെ 11 മന്ത്സ്, 1st ഓഗസ്റ്റ് ടു 31st മാർച്ച് വരെ 8 മന്ത്സ്, 30th സെപ്റ്റംബർ ടു 31st മാർച്ച് വരെ 6 മന്ത്സ്, 31st ജാനുവരി ടു 31st മാർച്ച് 2 മന്ത്സ്, പിന്നെ ലാസ്റ്റ് സെയിം ഡേറ്റ് തന്നെയാണ് 0 മന്ത്സ്. ഇങ്ങനെ നമ്പർ ഓഫ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിവിടെ താഴെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എമൗണ്ട് എത്രയാണോ എമൗണ്ട് ഇൻറ്റു റേറ്റ് 15% ആണ്, ഇൻറ്റു 15/100 ഇൻറ്റു മന്ത്സ് ബൈ 12 അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എമൗണ്ട് എത്രയാണ് വരുന്നത്? 2000 ആണ് വരുന്നത്. 2000 ഇൻറ്റു 15/100 ഇൻറ്റു
ആദ്യത്തെ മന്ത്സ് എത്രയാണ്? 11 മന്ത്സ് ആണ്. 11/12. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 275. അടുത്തത് 500 വരുന്നത് എങ്ങനെയാണ്? നമുക്ക് അവിടെ വന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 5000 ആണ് അല്ലേ? സോ 5000 ഇൻറ്റു 15/100 ഇൻറ്റു അവിടുത്തെ മന്ത്സ് 8 ആണ്. 8/12. അങ്ങനെ ഓരോ മന്ത്സിൻ്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതാണ് 1075. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കോർഡിംഗ് ടു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് 1075 ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ പ്രൊഡക്റ്റ് മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തെ 2 കോളം സെയിം ആണ്, ഡേറ്റും എമൗണ്ടും എഴുതുന്നു, നമ്പർ ഓഫ് മന്ത്സും അത് തന്നെ സെയിം അത് തന്നെയാണ്, നമ്പർ ഓഫ് മന്ത്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത കോളം ഡിഫറെൻ്റ് ആണ്, പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് ഇവിടെ നമുക്ക് 2000 എമൗണ്ടും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മന്ത്സും തന്നിട്ടുണ്ട്. ഇത് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ആണ്. സോ 2000 ഇൻറ്റു 11, 5000 ഇൻറ്റു 8, 2000 ഇൻറ്റു 6, 6000 ഇൻറ്റു 2, 2000 ഇൻറ്റു 0. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് 86,000. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 86,000. ഫോർമുല എന്ന് പറയുന്ന ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 ആണ്. നമുക്ക് മന്ത്സിലാണെങ്കിൽ 1/12ഉം ഇനി ഡേയ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ 1/365 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മന്ത്സിലായതുകൊണ്ട് തന്നെ 1/12 ആയിരിക്കും എടുക്കുക. സോ നമുക്ക് എമൗണ്ട് വന്നിരിക്കുന്നത് 86,000 ഇൻറ്റു റേറ്റ് 15%, 15/100 ഇൻറ്റു മന്ത്സ് നമ്മൾ എടുക്കുന്നത് മന്ത്സിൽ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻറ്റു 1/12 എന്നായിരിക്കും. അതായിരിക്കും ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിം ആദ്യം ചെയ്ത അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടും, 1075. അതായത് സിമ്പിൾ മെത്തേഡിൽ ചെയ്താലും പ്രൊഡക്റ്റ് മെത്തേഡിൽ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. സോ ക്വസ്റ്റിന് പ്രത്യേകിച്ച് മെത്തേഡൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഒരേ ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. Next question. A partner withdrew 10,000 per month. Under the partnership deed, interest on drawings is to be charged at 15% per annum. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ, മിഡിലിൽ, എൻഡിൽ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ആവറേജ് പീരീഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓരോന്നിനും വരുന്ന ആവറേജ് പീരീഡ് എത്രയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിഡ്രോവൽ 10,000 പെർ മന്ത് ആണ്. എപ്പോഴും ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് തരുമ്പോൾ പെർ മന്ത് ആണോ പെർ ക്വാർട്ടർ ആണോ അല്ലെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഒരു ഇയറിൻ്റെ ടോട്ടൽ ഡ്രോയിങ്സ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പെർ മന്ത് എമൗണ്ട് തന്നാൽ എന്ത് ചെയ്യുക? 10,000 ഇൻറ്റു 12 ചെയ്തേക്കുക. പെർ ക്വാർട്ടർ ആണെങ്കിൽ 10,000 ഇൻറ്റു 4 ക്വാർട്ടേഴ്സ് ആണ് ഒരു ഇയറിൽ വരുന്നത്, ഇൻറ്റു 4 ചെയ്യാം. ടോട്ടൽ ഡ്രോയിങ്സ് നമുക്ക് പെർ മന്ത് പെർ ക്വാർട്ടർ എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന എമൗണ്ട് എടുക്കുക. സോ ഇവിടെ നമുക്ക് പെർ മന്ത് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ 10,000 ഇൻറ്റു 12 ചെയ്താലേ നമുക്കൊരു 1 ഇയറിൻ്റെ ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഓരോ കേസസിലായിട്ട് 3 കേസസ് ഉണ്ട്, 3 കേസസിൻ്റെയും ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 12, 1,20,000 ആണ്. റേറ്റ് 15% ആണ്. ബിഗിനിങ് ഓഫ് ദ മന്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആവറേജ് പീരീഡ് 6.5 ആണ്. സോ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരീഡ് ബൈ 12, 1,20,000 ഇൻറ്റു 15/100 ഇൻറ്റു 6.5/12 നമുക്ക് 9,750 ആൻസർ വരും. ഇനി അതുപോലെ തന്നെ മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് 6 ആണ്. സോ 1,20,000 ഇൻറ്റു 15/100 ഇൻറ്റു 6/12, 9,000 വരും ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇനി മന്തിൻ്റെ എൻഡ് ആണെങ്കിൽ ആവറേജ് പീരീഡ് 5.5 ആണ്. സോ 1,20,000 ഇൻറ്റു 15/100 ഇൻറ്റു 5.5/12, 8,250 കിട്ടും. സോ 3 സിറ്റുവേഷനിൽ എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിലാണെന്നുണ്ടെങ്കിൽ 9,750, മിഡിലാണെങ്കിൽ 9,000, മന്തിൻ്റെ എൻഡിലാണെന്നുണ്ടെങ്കിൽ 8,250. ഇതാണ് നമുക്ക് 3 സിറ്റുവേഷനിലും വരുന്ന ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിരിക്കുന്നത് 10% ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് 60,000 വിഡ്രോ ചെയ്താൽ, അതായത് എല്ലാ ക്വാർട്ടറിൻ്റെയും ബിഗിനിങ്ങിൽ, 60,000 എല്ലാ ക്വാർട്ടറിൻ്റെയും എൻഡിൽ, 90,000 എല്ലാ ക്വാർട്ടറിൻ്റെയും മിഡിലിൽ വിഡ്രോ ചെയ്താൽ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈച്ച് ക്വാർട്ടറിലെ എമൗണ്ട്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഒരു ക്വാർട്ടറിലെ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 60,000 ഇൻറ്റു 4 ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഒരു ഇയറിൻ്റെ വിഡ്രോവൽ നമുക്ക് കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ട് 3 സിറ്റുവേഷനിലെയും ആൻസർ കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ഡ്രോയിങ്സ് 60,000 ഇൻറ്റു 4, 2,50,000 വരും ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിലും സെയിം തന്നെ. തേർഡ് കേസിൽ 90,000 ആണ് എമൗണ്ട്. സോ 90,000 ഇൻറ്റു 4, 3,60,000 വരും ടോട്ടൽ ഡ്രോയിങ്സ്. സോ ആദ്യത്തെ കേസിൽ നമുക്ക് ആവറേജ് പീരീഡ് 7.5 ആണ്. സോ 2,40,000 ഇൻറ്റു 7.5/12 ഇൻറ്റു 10% ആണ് ഇൻറ്റു 10/100. നമുക്ക് 15,000 വരും ആൻസർ.
രണ്ടാമത്തെ കേസിൽ 2,40,000 ഇൻറ്റു 10/100 ഇൻറ്റു 4.5/12. ആവറേജ് പീരീഡ് 4.5 ആണ്, എൻഡ് ആയതുകൊണ്ട് തന്നെ 4.5 ആണ്, 9,000 വരും. തേർഡ് കേസിൽ നമുക്ക് എമൗണ്ട് വ്യത്യാസമുണ്ട്, 90,000 ആണ്. സോ 90,000 ഇൻറ്റു 4 3,60,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 18,000 ആണ്. സോ ബിഗിനിങ്ങിൽ 15,000, എൻഡിൽ 9,000, മിഡിലിൽ 18,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ആൻസർ വരുന്നത്. ഇവിടെ എല്ലാ ഇക്വേഷനിലും ആകെ വ്യത്യാസം വരുന്നത് ആവറേജ് പീരീഡിൽ മാത്രമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A, B and C started a firm on 1st October 2022 sharing profits equally. A withdrew 4,000 regularly in the beginning of every month for 6 months ended 31st March 2023. B withdrew 4,000 regularly at the end of every month. അതും ഇതുപോലെ തന്നെ മന്തിൻ്റെ ഇയറിൻ്റെ എൻഡിൽ. സി വിഡ്രൂ 4,000. അപ്പോൾ ഇവിടുത്തെ വിഡ്രോവൽ എമൗണ്ട് 4,000 ആണ്. ആദ്യം ബിഗിനിങ്ങിൽ, പിന്നെ എൻഡിൽ, പിന്നെ മിഡിൽ. അപ്പോൾ ഇവിടെ മന്ത് എൻഡ് ചെയ്യുന്ന നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 31st മാർച്ചിൽ എൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒക്ടോബർ ടു 31st മാർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ലാസ്റ്റ് 6 months ആണ്. ഇൻട്രസ്റ്റ് നമുക്ക് 5% തന്നിട്ടുണ്ട്. സോ അതനുസരിച്ചിട്ട് ഓരോ സിറ്റുവേഷനിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 4,000 ഈച്ച് മന്ത് ആണ്. അപ്പോൾ ഇവിടെ മന്ത് എന്ന് പറയുമ്പോൾ 6 months പറഞ്ഞിട്ടുള്ളൂ. ഒക്ടോബർ ടു മാർച്ച് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും 4,000 ഇൻറ്റു 12 ചെയ്യരുത്, 6 months ഉള്ളൂ. 4,000 ഇൻറ്റു 6 ആണ് ചെയ്യേണ്ടത്. 24,000 വരും ടോട്ടൽ ഡ്രോയിങ്സ്. ബിഗിനിങ്ങിലാണെങ്കിൽ നമുക്ക് ആവറേജ് പീരീഡ് 3.5 ആണ് വരുന്നത്. സോ 24,000 ഇൻറ്റു 5/100 ഇൻറ്റു 3.5/12 350 നമുക്ക് ആൻസർ വരും. രണ്ടാമത്തെ എൻഡിൻ്റെ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 2.5 ആണ്. സോ 24,000 ഇൻറ്റു 5/100 ഇൻറ്റു 2.5/12 250 നമുക്ക് ആൻസർ വരും. മിഡിലിലാണെന്നുണ്ടെങ്കിൽ ആവറേജ് പീരീഡ് 3 ആണ്. സോ 24,000 ഇൻറ്റു 5/100 ഇൻറ്റു 3/12 ആവറേജ് പീരീഡ് നമുക്ക് 300 ആണ് വരുന്നത്. സോ കൃത്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1st October ടു 31st March ആണ്. അതുകൊണ്ട് ഇൻറ്റു 6 ചെയ്യുള്ളൂ. പെട്ടെന്ന് മന്ത്ലി എന്ന് വരുമ്പോൾ ഇൻറ്റു 12 ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യുക. ബാക്കി ഇക്വേഷൻ എല്ലാം സെയിം ആണ്. ആവറേജ് പീരീഡ് 3.5, 2.5, 3 അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, X, Y and Z are partners during the year ended 31st March. Partners withdrew 5,000 regularly. X withdrew beginning of the first 6 months. Y withdrew middle of the first 6 months. Z withdrew end of the first 6 months. അപ്പോൾ ഇവിടെ 3 കേസുകളും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് 6 monthൻ്റെ കേസാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ലാസ്റ്റ് 6 months ആയിരുന്നു. ഇത് ഫസ്റ്റ് 6 months. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 6% ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 5,000 ഇൻറ്റു 6 ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് 6 monthsൻ്റെ കിട്ടുക, 30,000 കിട്ടും. ഫസ്റ്റ് ബിഗിനിങ്ങിൽ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 9.5 ആണ്. സോ 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 9.5/12 1,425 കിട്ടും. മിഡിൽ വരുമ്പോൾ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. സോ 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 9/12 1,350 വരും ആൻസർ. എൻഡ് എന്ന് പറയുമ്പോൾ 8.5 ആണ് നമുക്ക് ആവറേജ് പീരീഡ് ആയിട്ട് വരുന്നത്. 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 8.5/12 1,275 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് 6 months എന്ന് പറയുമ്പോൾ ആവറേജ് പീരീഡ് 9.5, ബിഗിനിങ്ങിലാണെന്നുണ്ടെങ്കിൽ, മിഡിലാണെന്നുണ്ടെങ്കിൽ 9 months, എൻഡ് ആണെന്നുണ്ടെങ്കിൽ 8.5. ടോട്ടൽ ഡ്രോയിങ്സ് നമുക്ക് വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് 1,425, 1,350 ആൻഡ് 1,275 ആണ്. ഇവിടെയും 6 monthsലാണ് വരുന്നത്. അതുകൊണ്ട് 5,000 ഇൻറ്റു 12 ഒരിക്കലും ചെയ്യരുത്, 5,000 ഇൻറ്റു 6 മാത്രം ചെയ്യുക. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് രാകേഷ് at 10% per annum for the year ended 31st March 2023. His drawings during the year were 30,000. ഫസ്റ്റ് കേസ് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേറ്റ് ഓഫ് വിഡ്രോവൽ നമുക്ക് തന്നിട്ടില്ല, ഡേറ്റ് ഗിവൺ അല്ല. സെക്കൻഡ് കേസിൽ ഹി വിഡ്രൂ 2,500 പെർ മന്ത് ഡ്യൂറിങ് ദ ഇയർ. ഇവിടെയും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഡേറ്റ് തന്നിട്ടില്ല. സോ 2 കേസസ് ഉണ്ട്. 2 കേസസിലും നമുക്ക് ഡേറ്റ് തന്നിട്ടില്ല. ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ആവറേജ് പീരീഡ് എത്രയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 6/12 ആണ് ആവറേജ് പീരീഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് കേസിൽ ഡ്രോയിങ്സ് 30,000 ആണ് നമുക്ക് തന്നിരിക്കുന്ന. ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് തന്നെയാണ്, പെർ മന്ത് അല്ല. അതുകൊണ്ട് തന്നെ 30,000 എടുത്താൽ മതി. 30,000 ഇൻറ്റു റേറ്റ് 10% ആണ്, ഇൻറ്റു 6/12 1,500 വരും.
എന്നാൽ സെക്കൻഡ് കേസിൽ നമുക്ക് പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. 2500 പെർ മന്ത് ആണ്. സോ 2500 ഇൻറ്റു 12 30,000 വരും ടോട്ടൽ ഡ്രോയിങ്സ്. 30,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 1500 വരും. സോ ഈ രണ്ട് കേസിലും നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ല. സോ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തരാത്തപ്പം നമുക്ക് ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 6/12 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then last question വരുന്നത് calculate interest on age drawings at 10% if he withdrew 2,50,000 during the year. അപ്പോൾ ഇവിടെ 10%ൻ്റെ കൂടെ നമുക്ക് യൂഷ്വലി തരുന്ന പെർ ആനം എന്ന വേർഡ് തന്നിട്ടില്ല. സോ ഓൾറെഡി സെറ്റ് പെർ ആനം വേർഡ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് പീരീഡ് ഇല്ലാത്തതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ടോട്ടൽ ഡ്രോയിങ്സ് 2,50,000 ഇൻറ്റു 10/100 25,000 ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക. ആവറേജ് പെർ ആനം തന്നിട്ടില്ല എങ്കിൽ ആവറേജ് പീരീഡ് എന്ന ടൈം ഫാക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ഓരോ സിറ്റുവേഷനെയും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു. Next question. The capital account of Alka Archana showed credit balance of 4 lakh and 3 lakh respectively after taking into account the drawings and net profit of 2 lakh. Then drawings during the year 2018-29, Alka withdrew 10,000 at the end of each quarter. Archana's drawings on 31st May 2018 8,000, 1st November 2018 7,000, 1st February 2019 5,000. Calculate interest on partners capital account at 10% per annum and interest on drawings at 6% per annum for the year ended 31st March 2019. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഡ്രോയിങ്സ് തന്നിരിക്കുന്ന ഒന്ന് റെഗുലർ വിഡ്രോവലും ഒന്ന് ഇറഗുലർ വിഡ്രോവലുമാണ്. രണ്ടിനും നമ്മൾ ഏത് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഇവിടെ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ രണ്ട് പാർട്ട്നേഴ്സിനെ 4 lakhും 3 lakhും ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 2 lakh ആണ് തന്നിരിക്കുന്നത്. രണ്ട് പാർട്ട്നേഴ്സിനും 2 lakh ഈച്ച് ആണ്. അപ്പോൾ അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് 1 lakh വെച്ച് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഡിഡക്ട് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 3,40,000 2,20,000 കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. സോ 3,40,000 10% 34,000 2,20,000 10% 22,000. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന അൽക്കയുടെ ഡ്രോയിങ്സ് ആണ്. അത് ക്വാർട്ടറിലാണ്. ഓരോ ക്വാർട്ടറിലും അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടറിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്നത് വിഡ്രോവൽ എമൗണ്ട് തന്നിരിക്കുന്നത് 10,000 അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണ്. സോ ഫസ്റ്റ് നമുക്കറിയാം ഒരു ഇയറിൽ 4 quarters ആണ്. സോ 10,000 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 40,000 ആണ് നമുക്ക് വരുന്നത്. 40,000 ഇൻറ്റു 6% ആണ്. 6/100 ഇൻറ്റു ആവറേജ് പീരീഡ് 4.5/12 കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 900 ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 34,000 22,000 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അൽക്കയുടെ വരുന്നത് 900 ആണ്. തീർന്നില്ല, നമുക്കിനി ഒരു പാർട്ട്ണറിനെയും കൂടി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അർച്ചനയുടേത് അത് ഇറഗുലർ വിഡ്രോവൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോളം വരച്ച് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഡേറ്റും എമൗണ്ട്സും നമ്മൾ എഴുതി. തേർഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് മന്ത്സ് അപ് ടു 31st March. വിഡ്രോ ചെയ്ത അന്ന് തൊട്ട് 31st March വരെ എത്ര മന്ത്സ് ഉണ്ടോ എന്നുള്ളത്. 31st Mayയിലാണ് ആദ്യത്തെ വിഡ്രോവൽ തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂൺ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ജൂൺ തൊട്ട് മാർച്ച് വരെ 10 months ആണ്. അടുത്തത് 1st Novemberലാണ്. 1st November ടു മാർച്ച് വരെ 5 months. പിന്നെ 1st February ആണ്. ഫെബ്രുവരി മാർച്ച് 2 months. അപ്പം നമ്പർ ഓഫ് മന്ത്സ് അപ് ടു 31st March നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി പ്രൊഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ 8,000 ഇൻറ്റു 10 80,000, 7,000 ഇൻറ്റു 5 35,000, 5,000 ഇൻറ്റു 2 10,000. നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ ടോട്ടൽ 1,25,000 ടോട്ടൽ പ്രൊഡക്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ ടോട്ടൽ പ്രൊഡക്റ്റ് 1,25,000 ഇൻറ്റു 6/100 ഇൻറ്റു 1/12 625 ആണ് നമുക്ക് അർച്ചനയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും രണ്ട് പാർട്ട്നേഴ്സിനെയും കാൽക്കുലേറ്റ് ചെയ്തു. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്
Arun and Barun were partners sharing profit and losses in the ratio 5:3. അവരുടെ ഫിക്സഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 6 lakhും 8 lakhും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12%, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 15%, പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് 1,26,000, ഡ്രോയിങ്സ് 20,000, ബരുണിന്റെ 40,000. ഡേറ്റ്സ് നമുക്ക് തന്നിട്ടില്ല. സാധാരണ ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് തരത്തില്ല. ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മളത് ക്വസ്റ്റിനിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അലൗഡ് ഈവൻ ഇഫ് ദി ഫേം ഇൻക്വയർസ് ലോസ്. ഫേമിന് ലോസ് ആണെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഓഫ് അരുൺ ആൻഡ് ബരുൺ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആദ്യം കാൽക്കുലേഷൻസ് പാർട്ട് ചെയ്യാനുള്ളതെല്ലാം ആദ്യം ചെയ്തു വെക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം നമുക്ക് ചെയ്യണം. 2 പാർട്ട്നേഴ്സിൻ്റെ 6 lakhും 8 lakhും വെച്ചിട്ടാണ് 12% വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അരുണിന് വരുന്നത് 72,000, വരുണിന് വരുന്നത് 96,000. ടോട്ടൽ നമ്മൾ ചെയ്യുമ്പോൾ 1,68,000 വരും. ബട്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയേ ഉള്ളൂ? 1,26,000 ഉള്ളൂ. അതായത് നമ്മുടെ അവൈലബിൾ പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് നമുക്ക് വരുന്ന അപ്രോപ്രിയേഷൻസ് ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ട്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലോസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? നമുക്ക് പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പേ ചെയ്യണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അവൈലബിൾ അതിൽ നിന്ന് നമ്മൾ പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലോസ് ഉണ്ടെങ്കിലും പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അപ്രോപ്രിയേഷൻ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ 1,26,000 നിന്നും 1,68,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള നെറ്റ് ലോസ് ആണ്. 42,000 നെഗറ്റീവ് ബാലൻസ് ആണ്, നെറ്റ് ലോസ് ആണ് നമുക്ക് വരുന്നത്. ആ നെറ്റ് ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അരുണിൻ്റെ 20,000ൻ്റെ 15%, 6 മന്തിലേക്ക് 1,500ഉം വരുണിൻ്റെ 40,000ൻ്റെ 15% 6 മന്ത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ല. ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആവറേജ് പീരീഡ് ആയിട്ട് എടുക്കുന്നത് എത്രയായിരിക്കും? 6/12 ആയിരിക്കും. അതുകൊണ്ടാണ് 6/12 എടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് 6 മന്തിലേക്കുള്ള വിഡ്രോവൽ എന്നുള്ള രീതിയിലല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഡേറ്റ് ക്വസ്റ്റിന് തന്നിട്ടില്ല. സോ അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. 2 പാർട്ട്നേഴ്സിൻ്റെയും 1,500ഉം 3,000ഉം എഴുതി ടോട്ടൽ 4,500 ആണ് വരുന്നത്. ടോട്ടൽ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ലോസ് വരുന്നത് 37,500 ആണ്. 2 പാർട്ട്നേഴ്സിനും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 5:3 ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ഡിവൈഡ് ചെയ്യുമ്പം അരുണിന് 23,440ഉം വരുണിന് 14,660 ആണ്. 14,060 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലോസ് ഉണ്ടെങ്കിലും പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അപ്രോപ്രിയേഷൻ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്, A, B and C are partners. According to partnership deed, partners are entitled to draw up to 7,000 per month, and on the first day of every month, A drew 7,000, B drew 6,000, C drew 5,000. Interest on capital 8% ആണ്. Interest on drawings 10% ആണ്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറയുന്നത് 7,55,000 ആണ്. ജനറൽ റിസർവിലേക്ക് 2 lakh ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ബിയുടെ സാലറി വരുന്ന 30,000 പെർ ആനം, സിയുടെ സാലറി വരുന്ന 45,000 പെർ ആനം. എക്ക് ഒരു 10% കമ്മീഷൻ കിട്ടുന്നുണ്ട് ഓൺ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആഫ്റ്റർ സച്ച് കമ്മീഷൻ. ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 5 lakhും 4 lakhും 3,50,000. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് എയുടെ തന്നിരിക്കുന്നത് 7,000 ആണ്, പെർ മന്ത് ആണ്. അതുകൊണ്ട് തന്നെ 7,000 × 12 84,000 വരും. ബിയുടേത് 6,000 × 12 72,000 വരും. സിയുടേത് 5,000 × 12 60,000 വരും. നമ്മൾ ഇനി അതിൻ്റെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടിയിട്ടുണ്ട്. 10% ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ 84,000 × 10/100 × ആവറേജ് പീരീഡ് എടുക്കുക. ഇവിടെ 13/24 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി എടുക്കുന്ന ആവറേജ് പീരീഡ് തന്നെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോയിങ്സ് തന്നിരിക്കുന്നത് നോക്കിയാൽ മതി. 7,000ഉം 6,000ഉം 5,000ഉം മന്ത്ലി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്?
ഇവിടെ ഇൻറ്റു 12 ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4500, 3900, 3250. ടോട്ടൽ നമുക്ക് വരുന്നത് എത്രയാണ്? 11,700 ആണ് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 11,700. 3 പേരുടെയും കൂടി ടോട്ടലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കമ്മീഷൻ വരുന്നത് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് 7,55,000 ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ്, അതായത് നമുക്കൊരു ജനറൽ റിസർവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ജനറൽ റിസർവ് എന്ത് ചെയ്യുന്നു? നമ്മൾ മൈനസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ സാലറി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ സാലറിയുടെ എമൗണ്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ ആഫ്റ്റർ ചാർജിങ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റു 10/110 റേറ്റ് ബൈ 100+ റേറ്റ് ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 35,609 വരും. ഇതാണ് നമ്മുടെ എയുടെ കമ്മീഷൻ ആയിട്ട് വരുന്നത്. ഇനി അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എഴുതുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിച്ചത് എഴുതുന്നു, ജനറൽ റിസർവ് എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, പാർട്ട്നേഴ്സിൻ്റെ സാലറി, എയുടെ കമ്മീഷൻ, ഇത്രയും എഴുതിയതിന് ശേഷം ഓൾറെഡി ഇതെല്ലാം നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എഴുതിയതിന് ശേഷം രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 3,56,091 കിട്ടും. അത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എയുടെയും ബിയുടെയും സിയുടെയും എമൗണ്ട്സ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതുക. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ മാത്രമല്ല പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം പാർട്ട്നേഴ്സിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 5 lakh, 4 lakh ആൻഡ് 3,50,000. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നു, പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തത്, അത്രയും ഐറ്റംസ് എഴുതുന്നു. ഡ്രോയിങ്സ് ഉണ്ട്, അത് ഡെബിറ്റിൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റിൽ. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നത്. ടോട്ടൽ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 6,05,756, 5,04,797, 4,78,447. ഇത്രയും എമൗണ്ട്സ് ആണ് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനും ഉണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, സോനു ആൻഡ് രജത് സ്റ്റാർട്ടഡ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓൺ 1st April 2017 വിത്ത് ക്യാപിറ്റൽ 8 lakh and 6 lakh റെസ്പെക്റ്റീവ്ലി. ദേ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. സോനുവിൻ്റെ സാലറി 20,000 പെർ മന്ത് ആണ്. രജത്തിൻ്റെ കമ്മീഷൻ 5% ഓൺ ടേൺ ഓവർ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8%. സോനു വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. ഓൺ 1st December 2017 ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. രജത്ത് 5,000 അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 6% പെർ ആനം ആണ്. നെറ്റ് പ്രോഫിറ്റ് 4,89,950 ആണ്. നമ്മളോട് ജേണൽ എൻട്രീസ് സോനുവിൻ്റെയും രജത്തിൻ്റെയും ബുക്കിൽ എഴുതാനായിട്ടാണ്. ഇവിടെ അക്കൗണ്ട് അല്ല ചോദിച്ചിരിക്കുന്നത്, ജേണൽ എൻട്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ജേണൽ എൻട്രീസ് എഴുതണം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 4,89,950. അതിനുശേഷം ഓരോ കാര്യങ്ങളായിട്ടും പാർട്ട്നേഴ്സിന് വരുന്ന അപ്രോപ്രിയേഷൻ ഓരോ കാര്യങ്ങളായിട്ട് ആദ്യം സാലറി നമുക്ക് എഴുതാം. സാലറി നമുക്കറിയാം, ഫസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും ഉണ്ട്. ആദ്യം ഡ്യൂ ആവുന്നത് പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു സോനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,40,000. പിന്നെ ആ എമൗണ്ടിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നർ സാലറി 2,40,000. ഇനി അത് കഴിഞ്ഞാൽ വരുന്നത് കമ്മീഷൻ ആണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ടിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? കമ്മീഷൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 2 lakhൻ്റെ 5%, 20 lakhൻ്റെ 5%, 1 lakh ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കമ്മീഷൻ വരുന്നത്. സോ അത് ഡ്യൂ ആവുന്ന എൻട്രി പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു രജസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. പിന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. അപ്പോൾ സാലറി എഴുതി, കമ്മീഷൻ എഴുതി. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ 8% ആണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. സോ രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും 8% വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്?
8 ലാഖും 6 ലാഖുമാണ്. അതിൻ്റെ 8% വെച്ച് 64,000ഉം 48,000ഉമാണ് രണ്ട് പാർട്ട്നേഴ്സിനും വരുന്നത്. സോ ആദ്യം ഡ്യൂ ആവുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സോനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു രജസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ടോട്ടൽ ചെയ്ത് എഴുതണ്ട, സെപ്പറേറ്റ് തന്നെ 64,000ഉം 48,000ഉം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുക. പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേഷൻ പാർട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് എത്രയാണ്? 6% ആണ്. അത് വെച്ചിട്ട് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. രജത്തിൻ്റെ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 5,000 ഇൻറ്റു 12, 5,000 പെർ മന്ത് വരുമ്പോൾ 5,000 ഇൻറ്റു 12 60,000 ആണ്. അപ്പോൾ രജത്ത് വിഡ്രോ ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത് എന്നാണ്. സോ ആവറേജ് പീരീഡ് എത്രയാണ്? 5.5 ആണ് വരുന്നത്. സോ 60,000 ഇൻറ്റു 6/100 ഇൻറ്റു 5.5/12 1,650 വരും രജത്തിൻ്റെ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോനുവിൻ്റെ വരുന്ന സമയത്ത് 20,000 ആണ്. നമ്മൾ ഡിസംബറിലാണ് വിഡ്രോ ചെയ്തതെന്ന് സോനു വിഡ്രോ ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ 20,000 ഇൻറ്റു 6/100 ഇൻറ്റു ഡിസംബർ തൊട്ട് മാർച്ച് വരെ 4 months ആണ്. ഇൻറ്റു 4/12 400 വരും. ഡിസംബർ ടു 31st മാർച്ച് 400. സോ സോനുവിൻ്റെ 400ഉം രജത്തിൻ്റേത് 1,650. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. 400ഉം 1,650. സോ എമൗണ്ട്സ് എഴുതുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എമൗണ്ട് കോളത്തിൽ എഴുതിക്കോണം. സോനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 400, രജസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,650, ടോട്ടൽ ക്രെഡിറ്റിൽ 2,050. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 2,050 ആണ് വരുന്നത്. ഇത്രയും എഴുതിയതിന് ശേഷം ഇപ്പോൾ ഏതൊക്കെ എഴുതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതി, പാർട്ട്നേഴ്സിൻ്റെ സാലറി എഴുതി, പിന്നെ എന്തായിരുന്നു എഴുതിയിരുന്നത്? പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷൻ എഴുതി. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. അത് എഴുതിയതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. അപ്പോൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതിയ ഐറ്റംസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന 40,000 ആണ്. അത് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് വരുന്നത്. സോ 40,000 3:2 ഡിവൈഡ് ചെയ്യുമ്പോൾ സോനു 24,000ഉം രജത്തിന് 60,000ഉം ആണ് വരുന്നത്. സോ 24,000ഉം 16,000ഉം ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുക. എൻട്രി വരുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സോനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു രജസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൽ സോനുവിൻ്റെ 24,000, രജത്തിൻ്റെ 16,000 ആണ് വരുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട പാർട്ട് സെപ്പറേറ്റ് വർക്കിംഗ് നോട്ടായിട്ട് തന്നെ ചെയ്ത് കൃത്യമായിട്ട് കാണിക്കണമെങ്കിൽ മാത്രമേ കറക്റ്റ് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് രാംസ് മന്ത്ലി ഡ്രോയിങ്സ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2023. പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10%. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,300 ആണ്. വിഡ്രോ ഫിക്സഡ് എമൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,100 ഉണ്ട്. അത് ഫിക്സഡ് എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് എവറി മന്ത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,200 ഉണ്ട്. ഫിക്സഡ് എമൗണ്ട് ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് മന്ത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡ്രോയിങ്സ് നമുക്ക് എമൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്. മന്ത്ലി ഡ്രോയിങ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂഷ്വലി ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് ആണ്. യൂഷ്വലി നമുക്ക് എന്താണ്? ഡ്രോയിങ്സ് തന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ട് ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഡ്രോയിങ്സിനെ എക്സ് എന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനിങ് ഓഫ് ദ മന്ത് ആണെങ്കിൽ നമുക്കറിയാം ആവറേജ് പീരീഡ് 6.5 ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,300 തന്നിട്ടുണ്ട്. സോ നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ തന്നെ ഇക്വേഷൻ 1,300 ഈസ് ഈക്വൽ ടു നമ്മുടെ ഡ്രോയിങ്സിനെ എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇൻറ്റു റേറ്റ് 10/100 ഇൻറ്റു ആവറേജ് പീരീഡ് 6.5/12. നമ്മൾ യൂഷ്വലി മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് വരുന്നത്? 2,000 ആണ് നമുക്ക് മന്ത്ലി ഡ്രോയിങ്സ് വരുന്നത്. നമ്മളോട് മന്ത്ലി ഡ്രോയിങ്സ് ആണ്, ടോട്ടൽ ഡ്രോയിങ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്, മന്ത്ലി ഡ്രോയിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് 24,000 കിട്ടും. 24,000 / 12 ചെയ്ത് കഴിയുമ്പോൾ 2,000 ആണ് മന്ത്ലി ഡ്രോയിങ്സ് ആയിട്ട് നമുക്ക് വരുന്നത്.
അതുപോലെ തന്നെയാണ് എൻഡിലെ ചെയ്യുമ്പോഴും ആവറേജ് പീരീഡിൽ മാത്രമേ മാറ്റമുള്ളൂ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിലും. ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. 1100 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10/100 ഇൻറ്റു 5.5/12 ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ എക്സിന് 24,000 കിട്ടും. 24,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 2,000. സെയിം ഇത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ എമൗണ്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആവറേജ് പീരീഡ് മാറുന്നതനുസരിച്ച് ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. 2,000 ആണ് 3 കേസിലും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% per annum. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഷിഫ്റ്റ്സ് ക്വാർട്ടർലി ഡ്രോയിങ്സ് ഫോർ ദി ഇയർ എൻഡ് 31st March. അപ്പോൾ ഇവിടെയും ഡ്രോയിങ്സിന്റെ എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാർട്ടറിന്റെ ആണ്. ഇൻട്രസ്റ്റ് 1,500, 900, 1,200 തന്നിട്ടുണ്ട്. ബിഗിനിങ്ങിലും എൻഡിലെയും മിഡിലെയുമായിട്ട്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ബിഗിനിങ്ങിന്റെ ആവറേജ് പീരീഡ് 7.5, എൻഡിന്റെ ആവറേജ് പീരീഡ് 4.5, മിഡിലിന്റെ ആവറേജ് പീരീഡ് 6 months. ഇങ്ങനെയാണ് ക്വാർട്ടറിന്റെ വരുന്നത്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആവറേജ് പീരീഡിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈക്വേഷനെ സോൾവ് ചെയ്യാം. ഇവിടെ എന്താണ് നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1,500 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. റേറ്റ് ബൈ 100 എത്രയാണോ റേറ്റ് തന്നിരിക്കുന്നത്, റേറ്റ് ഇവിടെ നമുക്ക് എത്രയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 10% ആണ്. സോ 10/100 ഇൻറ്റു ആവറേജ് പീരീഡ് 7.5/12 അതിൽ നിന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഡിവൈഡഡ് ബൈ 12 അല്ല ചെയ്യേണ്ടത്, ക്വാർട്ടർ ആയതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. 6,000 ആൻസർ വരും. അതുപോലെ തന്നെ എല്ലാ മന്ത്സിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത മന്തിൻ്റെയും വരുമ്പോൾ എങ്ങനെയാണ് ആവറേജ് പീരീഡിൽ മാത്രമേ വരുന്നുള്ളൂ 4.5. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് ഡ്രോയിങ്സ് 900 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10/100 ഇൻറ്റു ആവറേജ് പീരീഡ് എത്രയാണ് 4.5/12. ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് 24,000 വരും. ഡിവൈഡഡ് ബൈ 4 6,000. സെയിം അതേ എമൗണ്ട് തന്നെയാണ് നമുക്ക് 3 കേസിലും 6,000 തന്നെയാണ് 3 കേസിലും ടോട്ടൽ ഡ്രോയിങ്സ് ആയിട്ട് നമുക്ക് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പവൻ, ദമൻ ആൻഡ് ഹർമൻ ആർ പാർട്ട്നേഴ്സ്. ഈച്ച് പാർട്ട്ണർ റെഗുലർലി വിഡ്രൂ 10,000 പെർ മന്ത്. പെർ മന്ത് ആണ് 10,000. പവൻ ബിഗിനിങ് ഓഫ് ദ മന്ത്, ദമൻ മിഡിൽ ഓഫ് ദ മന്ത്, ഹർമൻ എൻഡ് ഓഫ് ദ മന്ത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 3,900, 3,600, 3,300. ഇവിടെ നമ്മളോട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോയിങ്സ് എമൗണ്ട് തന്നിട്ടുണ്ട്. ബിഗിനിങ് മിഡിൽ എൻഡ് ആവറേജ് പീരീഡ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ യൂസ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പവൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് പീരീഡ് 6.5 ആണെന്ന് നമുക്കറിയാം. ഇൻട്രസ്റ്റ് 3,900 തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താ യൂഷ്വലി ചെയ്യുന്നത്, 3,900 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് 10,000 പെർ മന്ത് ആണ്. സോ 10,000 ഇൻറ്റു 12 ചെയ്താലേ നമുക്ക് 12 മന്ത്സിൻ്റെ കിട്ടുള്ളൂ. സോ 1,20,000 ഇൻറ്റു റേറ്റിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരീഡ് 6.5/12. ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3,000 എക്സിൻ്റെ വാല്യൂ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെയാണ് മിഡിലിൻ്റെയും എൻഡിൻ്റെയും ചെയ്യുമ്പോൾ സെയിം അവിടെ ആവറേജ് പീരീഡിൽ മാറ്റം ഉണ്ടോ എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പെർസെൻറ്റേജ് വരുന്നത് 6% തന്നെയായിരിക്കും. എല്ലാം ഒരേ കേസ് തന്നെയാണ്. ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഏതൊക്കെ കേസുകളിൽ നമ്മൾ മെയിനായിട്ടും 2 ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് പറഞ്ഞു. റെഗുലർ വിഡ്രോവലും ഇറഗുലർ വിഡ്രോവലും പറഞ്ഞു. റെഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും ഇറഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. റെഗുലർ വിഡ്രോവൽ ആണെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് മെത്തേഡും, ഇറഗുലർ വിഡ്രോവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം പ്രൊഡക്റ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു നമുക്ക് മന്ത്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻറ്റു 1/12 ഡേയ്സിലാണെങ്കിൽ ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/365 വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ആവറേജ് പീരീഡ് ആണെങ്കിൽ ഓരോ സിറ്റുവേഷൻസിലും നമുക്ക് വരുന്ന ആവറേജ് പീരീഡ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.
ദെൻ കീ പോയിന്റ്സ് നമുക്ക് പറയാനുള്ളത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ചാർജ്ഡ് വെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് സ്പെസിഫിക്കലി പ്രൊവൈഡഡ് ഫോർ ഇറ്റ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത്. അത് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തൊട്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് എന്നാണോ അന്ന് വരെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. യൂഷ്വലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ച്, ഫേമിനെ സംബന്ധിച്ചൊരു ഇൻകം ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ ഫിക്സഡ് അനുസരിച്ച് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിലേക്ക് വരും. ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 6 മന്ത് എന്നുള്ള ഒരു ആവറേജ് പീരീഡിൽ, അതായത് ആവറേജ് പീരീഡ് എപ്പോഴും 6/12 ആയിരിക്കും വെൻ ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഇസ് നോട്ട് ഗിവൺ. അതുപോലെ തന്നെ പെർ ആനം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ടൈം ഫാക്ടറിനെ കൺസിഡർ ചെയ്യാറില്ല. അതുപോലെ ഡ്രോയിങ്സ് അഗൈൻസ്റ്റ് ക്യാപിറ്റലിനെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും കൺസിഡർ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് കീ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടത് ആവറേജ് പീരീഡ് പഠിച്ചു വെക്കുക. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ സെഷൻസിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കമൻറ്റിൽ പറയുക. താങ്ക് യു.